ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവായുധങ്ങളും നിലവിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഓപ്പറേഷന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളൊന്ന് എന്നാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ്. ഇസ്രായേൽ ഇറാന്റെ ഒന്നിലധികം ആണവ സൗകര്യങ്ങളാണ് ലക്ഷ്യമിട്ടത്. അതിൽ ഒന്നൊഴികെ, അതായത് ടെഹ്റാനിൽ നിന്ന് ഏകദേശം 100 മൈൽ തെക്കു കോം നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടില്ല. എന്തുകൊണ്ട്? രാജ്യത്തെ 2 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫോർഡോ, മറ്റൊന്ന് നെതാൻസിലാണ്. നിലവിലുള്ള സംഘർഷത്തിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ടത് നെതാൻസിലാണ്. ഇറാനിലെ നിരീക്ഷകരും ആണവ നിരീക്ഷകരുടെ എല്ലാം അഭിപ്രായത്തിൽ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ എല്ലാം അവസാനം എന്ന് പറയുന്നത് ഫോർഡോ ആണ്. എന്തുകൊണ്ടാണ് ഫോർഡോയെ ഇത്രയും ഒരു നിർണായക സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഫോർഡോയെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് സാധിക്കാത്തത്? ഈ ഫോർഡോ പ്ലാന്റ് എന്ന് പറയുന്നത് പർവ്വതങ്ങൾക്കുള്ളിൽ ഏകദേശം 300 അടി ഭൂമിക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ്. ഇതിന്റെ അസ്തിത്വം ആദ്യമായി ഇറാൻ പരസ്യമാക്കിയത് തന്നെ 2009-ലാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിയന്ത്രിക്കുന്ന ഒരു മിസൈൽ താവളത്തിന്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം. വാസ്തവത്തിൽ ഫോർഡോയുടെ കണ്ടെത്തൽ പരസ്യമായപ്പോൾ ഇറാന് റഷ്യയിൽ നിന്നും ശാസനയും അതേപോലെ തന്നെ ചൈനയിൽ നിന്നും മുന്നറിയിപ്പുമാണ് ലഭിച്ചത്. ഈ ഫോർഡോവിനെ കുറിച്ച് ഇറാനിയൻ രേഖകൾ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് മോഷ്ടിച്ചിരുന്നു. ഇതിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഫോർഡോവിലെ പ്രധാന ഹാളുകൾ ഭൂമിക്കടിയിൽ നിന്ന് 80 മുതൽ 90 മീറ്റർ വരെ താഴെയാണ്. അതായത് ഇസ്രായേലിന്റെ കൈവശമുള്ള ഒരു ആയുധത്തിനും ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയില്ല. ഇന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രകാരം ഫോർഡോയിൽ ഏകദേശം 2700 സെൻട്രിഫ്യൂജുകളാണ് ഉള്ളത്. കൂടാതെ 60% യുറേനിയം ഇവിടെ സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആണവായുധങ്ങൾക്ക് ആവശ്യമായ 90% നിന്ന് ഒരു സാങ്കേതിക ചുവടുവയ്പ് മാത്രമാണ് ഇത്. ഐസിസ് തിങ്ക് ടാങ്കിന്റെ അഭിപ്രായത്തിൽ ഇറാൻ ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റിൽ 3 ആഴ്ചകൾക്കുള്ളിൽ തങ്ങളുടെ നിലവിലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 233 കിലോഗ്രാം ആയുധ ഗ്രേഡ് യുറേനിയമാക്കി മാറ്റും. 9 ആണവായുധങ്ങൾക്ക് ഇത് മതിയാവും. അതായത് ഇറാന്റെ ആണവാഭിലാഷങ്ങളുടെ പ്രതീകമാണ് ഫോർഡോ എന്നാണ് പല വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. നിരവധി അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മിഡിൽ ഈസ്റ്റ് കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ബ്രൈറ്റ് മഗൂർ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഫോർഡോ ലഭിച്ചില്ലെങ്കിൽ ആയുധ ഗ്രേഡ് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അവരുടെ കഴിവ് നിങ്ങൾ ഇല്ലാതാക്കിയിട്ടില്ല എന്നാണ്. അതായത് ഇസ്രായേൽ ഫോർഡോ നശിപ്പിച്ചിട്ടില്ല എങ്കിൽ ആയുധ ഗ്രേഡ് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അവരുടെ കഴിവ് നിങ്ങൾ ഇല്ലാതാക്കിയിട്ടില്ല, ഇറാനെ പരാജയപ്പെടുത്തിയിട്ടില്ല എന്നാണ്. ഇങ്ങനെ മലയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഏകദേശം 80 മുതൽ 300 അടി വരെ ഭൂമിക്ക് അടിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഫോർഡോയെ നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ആയുധങ്ങൾക്ക് സാധിക്കുകയില്ല. ബോംബുകൾ ഉപയോഗിച്ചോ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചോ ഒന്നും ഈ സ്ഥലത്തിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഇസ്രായേലികൾ തങ്ങളുടെ പരിപാടികളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമെന്ന് ഇറാനികൾക്ക് പൂർണ്ണമായും മനസ്സിലായി. ഇറാഖിന് ശേഷമുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി അവർ വളരെ കാലം മുമ്പേ ഒരു പർവ്വതത്തിനുള്ളിൽ ഫോർഡോ നിർമ്മിച്ചു എന്ന് വേണം പറയാൻ. ഇത് മാത്രമല്ല, റഷ്യയുടെ S-300 സിസ്റ്റം ഉൾപ്പെടെയുള്ള ഉപരിതല വിമാന മിസൈലുകളാൽ ഈ ഫോർഡോ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നും വേണം പറയാൻ. തുടർച്ചയായ ബോംബാക്രമണങ്ങളെ അതിജീവിക്കാൻ ഇതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ഫോർഡോയെ ആകാശത്ത് നിന്ന് പോലും നശിപ്പിക്കുന്നതിന് ഇസ്രായേലിന് അസാധ്യമാണ്. ഇസ്രായേലിന് ഈ ഫോർഡോയുടെ മേൽ വിജയം നേടണമെങ്കിൽ അമേരിക്കയുടെ സഹായം കൂടിയേ തീരൂ. കാരണം ഇസ്രായേലിന്റെ കൈവശം ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള ആയുധങ്ങളില്ല. എന്നാൽ അമേരിക്കയുടെ കൈവശം മാത്രമാണ് ഇത്തരം ആയുധങ്ങൾ ഉള്ളത്. GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ, വലിയ വിമാനങ്ങളായ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, US നിർമ്മിത വിമാനം എന്നിവ ഉപയോഗിച്ച് മാത്രമേ ഇത് നടത്താൻ സാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റിംഗ് ബോംബ് എന്നും അറിയപ്പെടുന്ന GBU-57 മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റിന് 20 അടി നീളവും 30,000 പൗണ്ട് ഭാരവുമാണ് ഉള്ളത്. ഇതിന്റെ വാർഹെഡ് കേസ് ഒരു പ്രത്യേക ഉയർന്ന പ്രകടനമുള്ള സ്റ്റീൽ അലോയ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആഘാത സമയത്ത് പെനട്രേറ്റർ കേസിന്റെ സമഗ്രത നിലനിർത്തിക്കൊണ്ട് അതിന്റെ രൂപകൽപ്പന വലിയ സ്ഫോടനാത്മക പേലോഡിനെ വഹിക്കാൻ സാധിക്കും. 61 മീറ്റർ വരെ ആഴത്തിൽ ഭൂമിയിലേക്ക് തുളച്ചു കയറാനുള്ള കഴിവ് ഇതിനുണ്ട്. എന്നാൽ ഈ GBU-57 മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റ് ഉപയോഗിച്ചു പോലും ഇത് നശിപ്പിക്കാൻ സാധിക്കുകയില്ലെന്നാണ് റൂസിയയുടെ ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഈ GBU-57B പോലും സൗകര്യത്തിലേക്ക് തുളച്ചു കയറാൻ ഒരേ സ്ഥാനത്ത് തന്നെ ഒരേ ലക്ഷ്യസ്ഥാനത്തെ ഒന്നിലധികം ആഘാതങ്ങൾ ആവശ്യമായി വരും. എന്നാൽ ചില വിശകലന വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇസ്രായേലിന് ഈ തുരങ്കത്തിന്റെ പ്രവേശന കവാടങ്ങളെ നശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ തീർച്ചയായും ഇതിന്റെ വെന്റിലേഷൻ സംവിധാനവും നശിപ്പിക്കാൻ കഴിയും. വൈദ്യുത വിതരണവും നശിപ്പിച്ചാൽ അവ യഥാർത്ഥത്തിൽ
പ്രവർത്തിക്കാൻ മാസങ്ങൾ എടുക്കും. ഈ ഒരു രീതിയിൽ ഫോർഡോയെ നശിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ചില വിശകലന വിദഗ്ധർ പറയുന്നത്. എന്തായാലും ഈ ഫോർഡോ, ഈ ആണവ പർവ്വതം ജൂതരാഷ്ട്രത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.